എല്ലാവരും ഒന്ന് നോക്കിയേ. നടി ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. എഫ്ഐആർ ചുമത്തിയിരിക്കുന്ന അതിഗുരുതരമായ വകുപ്പുകളുമാണ്. എന്റെ ഭഗവതി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? കേസിനാസ്പദമായ പരാതി മാർട്ടിൻ മേനാച്ചേരി എന്നയാളുടേത്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്നാണ് പരാതി. മാർട്ടിലേക്ക് വന്നു. ശ്രീ മാർട്ടിൻ, താങ്കൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു പരാതി കൊടുക്കണം എന്ന് തോന്നിയത്? കാര്യം താങ്കൾ ഈ പറയുന്ന സിനിമകളൊക്കെ എന്നോ ഇറങ്ങിയതാണ്, അത് എന്നോ ആളുകൾ കണ്ടതാണ്, അത് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു വന്ന സിനിമകളാണ്. അല്ല ഏതെങ്കിലും തരത്തിൽ താങ്കൾ ഈ പറയുന്ന രീതിയിലുള്ള പോൺ വകുപ്പിൽ പെടുന്നതല്ല ഈ സിനിമകളൊന്നും. സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ? താങ്കളുടെ ലക്ഷ്യം എന്താണ്? ഒരു മനസ്സുഖം. അതെങ്ങനെയാണ് ശരിയോ? താങ്കളല്ലേ പറയുന്ന അല്ല ശ്രീ മാർട്ടിൻ മേനാച്ചേരി ഇപ്പോ ഇത് ഒരു സിനിമയിൽ അവർ അഭിനയിക്കുന്നു. അതിന് അഭിനയിക്കുന്നത് ആ സിനിമയ്ക്ക് ഒരു പ്രമേയം, താങ്കൾക്കറിയാവുന്ന ആ സിനിമയ്ക്ക് ഒരു പ്രമേയം ഉണ്ടാകും, അതിനൊരു സംവിധായകൻ ഉണ്ടാകും, ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും. ആ സംവിധായകൻ പറയും പ്രകാരം ആ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അഭിനയിച്ച ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പ് രോഗികൾ എടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അത് അവരെങ്ങനെയാണ് ഉത്തരവാദികളാവുക ശ്രീ മാർട്ടിൻ മേനാച്ചേരി? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. താങ്കൾ കൂടെ പരാതിയിലൊക്കെ സക്സസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? എനിക്ക് നല്ല ഇഷ്ട ഈ കോണ്ടം പിന്നെ മറ്റേ കാമസൂത്ര അഭിനയിച്ച ഒരു വീഡിയോ, അത് ഏകദേശം 30 കോടിയിലോളം ആളുകൾ കണ്ടിട്ടുണ്ടെന്നും എൻ്റെ ഈ വീഡിയോ അല്ല, ഞാൻ പറഞ്ഞത് ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചുകൂടാന്ന് രാജ്യത്ത് നിയമമില്ല. ആ പരസ്യങ്ങൾക്കും നിയമവിധേയമായി മാത്രമേ പരസ്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. പരസ്യത്തിൽ അവർ അഭിനയിച്ചു. അതൊക്കെ താങ്കൾക്ക് ഇപ്പൊ സക്സാൻ തോന്നുന്ന കാര്യം എന്താണെന്ന് മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. എന്തിനാന്ന് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചുകൊണ്ട കാര്യം എന്താ താങ്കൾക്ക്? മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ, ഈ ശ്വേതാ മേനോന്റെ ഇത്തരത്തിലുള്ള താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? താങ്കൾ ഒരു കുന്ന് ഇത്തരം വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ 4 അങ്കുടെ അറപ്പുളവാക്കുന്ന വെബ്സൈറ്റുകൾ താങ്കൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. താങ്കൾ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടോ? അതെ. എന്ത് വീഡിയോ വരുന്നത്? അതെങ്ങനെ നമുക്ക് എങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റും? പറയാൻ പറ്റുമോ അങ്ങനെ പബ്ലിക്കായിട്ട്? അല്ല, താങ്കൾ പറഞ്ഞാണ് കളിമണ്ണ് സിനിമ, ഈ പറയുന്ന എന്താണ് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയ സിനിമകളാണ് താങ്കൾ പറയുന്നത്, അതല്ലേ? അത് പറഞ്ഞെന്താ? അത് സെൻസർ കഴിഞ്ഞ സിനിമയാണ്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇതൊക്കെ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളും അത് വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഫോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഒന്നും ലഭ്യമല്ല. ഏത് ഫോൺ സൈറ്റിലാണ് അത് ലഭ്യം? അതല്ല ഉദ്ദേശം. അല്ല, ശ്രീ മാർട്ടിൻ മേനാച്ചേരി, രാജ്യത്ത് ബാൻഡായിട്ടുള്ള നമുക്കൊന്നും തുറന്നാൽ കിട്ടാത്ത സാധനം താങ്കൾക്ക് എങ്ങനെയാണ് തുറന്ന് അതിന്റെ ലിങ്ക് മൊത്തം കോപ്പി ചെയ്ത് കോടതി കൊടുക്കാൻ പറ്റുന്നേ? പിന്നെ ചൂടാണ്ട് ഇല്ല. രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകളാ ഈ പറയുന്ന എന്താണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു കരുതി രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ. താങ്കൾക്ക് ഈ പറയുന്ന 10-30 എണ്ണോ. അപ്പൊ താങ്കൾ സ്ഥിരം പോൺ വെബ്സൈറ്റുകളുടെ ആരാധകനാണോ ശ്രീ മാർട്ടിൻ മേനാച്ചേരി? ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണണം. പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. ഞാൻ പോകുന്നു. ബൈ ബൈ.